കണ്ണൂരിൽ കേരള പോലീസിനെതിരെ വർഗീയ പ്രചരണം നടത്തിയതിൽ 2 പേർക്കെതിരെ കേസ്. മുസ്ലിം സമുദായത്തിനിടയിൽ വർഗീയ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിനാണ് കേസ്. ഹെൽമറ്റ് ധരിക്കുന്നതിന് മുസ്ലിം സമൂഹം യുവാക്കളെ ലക്ഷ്യം വെച്ച് വാഹന പരിശോധന നടത്തുന്നുവെന്നായിരുന്നു പ്രചരണം. പയ്യന്നൂർ സ്വദേശി സുബൈർ, തൃക്കരിപ്പൂർ സ്വദേശി അബൂബക്കർ സിദ്ദിഖി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അത് ഇവർക്ക് പോലീസുകാർക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ ചൊറിയും. അവർക്ക് ഗ്ലാസ് ഇടാണ്ട് എത്തുമ്പോൾ മറ്റേതാക്കുമ്പോൾ എല്ലാം ചൊറിച്ചില്ല. മാപ്പിളാറോട് പ്രത്യേകിച്ചിട്ട് ചൊറിച്ചിലായിരിക്കും. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, അങ്ങേയറ്റം വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയിരിക്കുന്നത്. ഈ 2 പേർ ഏതെങ്കിലും തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി ബന്ധമുള്ളവരാണോ? അതായത് SDP അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ജമാഅത്തുകാരോ ഏതെങ്കിലുമൊക്കെ സംഘടനയുമായി ബന്ധമുള്ളവരാണോ? ഇവരുടെ മറ്റു വിവരങ്ങൾ പറയും. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഹെൽമറ്റ് ധരിക്കാത്തതിന് ആളുകളെ പോലീസ് പിടിച്ച് ഫൈൻ അടക്കമായി ബന്ധപ്പെട്ടാണ് ഈ 2 പേർ ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു വർഗീയ പരാമർശം നടത്തുകയും വർഗീയ പ്രചരണം നടത്തിയത്. ഹെൽമറ്റ് ധരിക്കാത്തതിന് പോലീസ് മുസ്ലിം യുവാക്കളെ ലക്ഷ്യം വെച്ച് വാഹന പരിശോധന നടത്തുന്നു എന്നായിരുന്നു ഇവരുടെ ഈ ഒരു വർഗീയ പ്രചാരണം. സംഭവവുമായി ബന്ധപ്പെട്ടവിടെ ഒരാൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ സ്വദേശി സുബൈർ, തൃക്കരിപ്പൂർ സ്വദേശി അബൂബക്കർ സിദ്ദിഖ് എന്നിവർക്കെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിനിടയിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം തുടരുകയാണ് ഗൗതം. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഓക്കെ മിഥുൻ, എന്തായാലും പോലീസിനെതിരെ വർഗീയ പ്രചരണം നടത്തിയ 2 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് തടഞ്ഞു നിർത്തി ബോധപൂർവമായി ഹെൽമറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുവെന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ശബ്ദ സന്ദേശം അയച്ചത്. ബോധപൂർവമായ വർഗീയ കലാപങ്ങളും മറ്റും നടത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രചരണമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങളുമായി ചേർന്ന്.